നമസ്കാരം. കാർഷിക മലനാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നെല്ലാർച്ചാലിൽ മോഴിക്കൽ വീട്ടിൽ കുഞ്ഞാപ്പയുടെ വീട്ടിലാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കയും നേരം പുലരുമ്പോൾ മുതൽ വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച് ജീവിതം നയിച്ചു വരികയാണ്. ഇവരുടെ വിശേഷങ്ങൾ കാണാം ഇന്ന്. വയനാട്ടിലെ പ്രിയപ്പെട്ട കർഷകർ തങ്ങളുടെ വിളനിലങ്ങളിൽ എന്ന പോലെ വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച് വളർത്തി ഉപജീവനം നടത്തുന്ന നിരവധി കർഷകർ വയനാട്ടിലുണ്ട്. രാത്രിയും പകലുമെന്നില്ലാതെ എന്തിന് തങ്ങളുടെ ചിന്തകളിൽ പോലും അവയോടൊപ്പം ചിലവഴിക്കുന്നവർ. പുലരുമ്പോൾ മുതൽ അധ്വാനം ആരംഭിക്കുന്ന ഇവരുടെ മുഖത്തെ സംതൃപ്തമായ ചിരിയാണ് കാർഷിക മേഖലയുടെ വിജയം. കുട്ടിക്കാലം മുതലേ കൃഷിയോടും വളർത്തുമൃഗങ്ങളോടുമുള്ള സ്നേഹം ഇന്നും തുടരുന്ന സദാ കൃഷികാര്യങ്ങളിൽ വ്യാപൃതനായ കൃഷിക്കാരനായതിൽ അഭിമാനിക്കുന്ന ഒരു കർഷകനാണ് കുഞ്ഞാപ്പ എന്ന കുഞ്ഞു മുഹമ്മദ്. 30 വർഷമായി വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച് ജീവിക്കുകയാണ് ഇദ്ദേഹം. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇപ്പം മരിക്കണീൻ്റെ ഒരു 5 കൊല്ലം മുന്നേ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ 3 വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് എഴുതാനും പെരെഴുതാൻ വരെ എനിക്കറിയില്ല. എന്താ അറിയോ, അന്ന് ഞങ്ങൾ കാരാപ്പുഴ വയലെടുത്തിട്ടില്ല, പങ്കിന് വയലെടുക്കും. അപ്പം ഞാൻ ഈ വാപ്പാൻ്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് പോകും. ഈ മൃഗത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. പൂട്ടാൻ പോകുന്നിടത്ത് കരഞ്ഞുകൊണ്ട് പോകും. അതിൽ വാപ്പ ഈ കപ്പത്തണ്ട് എടുത്തിട്ട് എന്നെ അടിച്ചിട്ട് ആറ്റിക്ക് ഇറക്കി പൂട്ടാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ കൃഷിക്കാരനായി മാറി. പുലർച്ചെ 3 മണിക്ക് തുടങ്ങും ഇദ്ദേഹത്തിൻ്റെ വിശ്രമമില്ലാത്ത ജോലികൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കും. 3 മണിക്ക് എണീച്ച് കഴിഞ്ഞ് പല്ല് തേച്ച് കാലിക്ക് പശുക്കൾക്ക് പുല്ലിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ചായ കുടിച്ച് രാവിലെ 3:30 ആകുമ്പോൾ ചായ കുടിക്കും. കാലിക്ക് തീറ്റി കൊടുത്ത് കറക്കാൻ പോകും. കറന്നിട്ട് ആ പാലെടുത്ത് നേരെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഈ മുറ്റത്ത് തന്നെ വെക്കും. ഇവിടുന്ന് തോർത്ത് തെരിക വെച്ചിട്ട് തലയിലേറ്റി എല്ലാവർക്കും കൊണ്ടുപോയി പാൽ കൊടുത്ത് അതേ സ്പീഡിന് ഇവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ തരും, അത് കുടിക്കും. നേരിട്ട് കാലി കൊണ്ട് വീണ്ടും പോകും. പശുവിനെ കറന്ന് പാല് കൊടുത്ത് ഒരു ചായയും കുടിച്ച് പോത്തുകളെയും എരുമകളെയും കൊണ്ട് ഒരു പോക്കാണ്. കുറച്ചല്ലല്ലോ, 29 കാലീനെ ഇവിടുന്ന് കൊണ്ടുപോകണം പുഴക്കക്കരെ. അത് 6 മണി നമുക്ക് അവിടെ എത്തും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ കുന്നിലെത്തും. അവിടെ കൊണ്ടുപോയിട്ട് കുറച്ചെണ്ണത്തിനെ കെട്ടിയിട്ടിട്ട് പോരും. അവയെ മേയാൻ വിട്ട് വീട്ടിലേക്ക് തിരികെ എത്തിയാലും തൻ്റെ വിശ്രമമില്ലാത്ത ജോലി തുടരും. പോന്ന് ഇവിടെ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ഓടുക. ഇവിടെ വന്ന് വളമൊക്കെ പഠിച്ച് ഇവിടെയുള്ള പോത്തുംകാരിനെ അയച്ച് കെട്ടിയിട്ട് പണിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചപ്പ് വെട്ടണം, പശുക്കൾക്ക് പുല്ലുണ്ടാക്കണം. താത്താനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂല. തൻ്റെ സകല ജോലികളിലും കൂട്ടിന് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് പ്രിയ പത്നി റുക്കിയ. റുക്കിയെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞാപ്പ വാചാലനാണ്. പിന്നെ താത്താനെ ഞാൻ കെട്ടിക്കൊടുന്നിട്ട് പിന്നെ 33 വർഷമായി. ഈ 33 വർഷത്തു നിന്ന് പിന്നെ താത്താക്ക് വീട്ടിൽ പോകണമെന്നുള്ള താല്പര്യമില്ല. ഞാനീ പോകാൻ പറഞ്ഞാലും താത്താക്ക് പോകണ്ട. താത്ത അങ്ങനെ ഒരു ആർഭാടായിട്ട് ഉള്ളൊരു നടത്തോ അല്ലെങ്കിൽ പിന്നെ മൂപ്പര് ഒറ്റയ്ക്ക് ഇങ്ങനെ അതിൽ ടൂറ് പോകണമെന്നോ അങ്ങനത്തെ ഒരു താല്പര്യമില്ല. എന്താ അറിയോ, നമ്മളെ മാതിരി തന്നെ 6-7 മണി വരെ ഇതിൽ വന്ന് ഇനിയിപ്പോൾ വന്ന് വെള്ളം കൊടുക്കും, പുല്ലിട്ട് കൊടുക്കും, അതിൻ്റെ ആടിന് ചപ്പ് കൊടുക്കണം. 37 ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എന്തിനൊക്കെ ഇറങ്ങുന്നത് അതിനൊക്കെ 37 ഇറങ്ങും.
കുഞ്ഞാപ്പയുടെ കൂടെയുള്ള ജീവിതത്തിലും കൃഷികാര്യങ്ങളിലും സന്തുഷ്ടയാണ് റുക്കിയ. നിഷ്കളങ്കമായ ചിരിയോടെ തൻ്റെ ജോലികളിൽ സദാ വ്യാപൃതയാണ് ഈ കർഷകയും. ഇതുവരെ ഒരു മടുപ്പും തോന്നാതെ നിഷ്കളങ്കമായ ചിരിയോടെ തൻ്റെ ജോലികളിൽ മുഴുകുകയാണ് ഈ കർഷക. രാവിലെ 4 മണി മുതൽ പിന്നെ വൈകുന്നേരം 6 മണി വരെ എന്തെങ്കിലുമൊക്കെ തൊഴിലുള്ള കൃഷിയും കാര്യങ്ങളും, പിന്നെ പശുക്കളുണ്ട്, ആടുണ്ട്, അങ്ങനെ എല്ലാം ഇതുമായിട്ട് അങ്ങനെ പോകണം. കാക്കാൻ്റെ കൂടെ, ഇക്കാൻ്റെ കൂടെ 30 വർഷമായി ഞാൻ ഇതിലേക്ക് ഒപ്പം കൂടിയിട്ട്. കൃഷി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയത്. ഇനി അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞാപ്പയുടെ വളർത്തുമൃഗങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. വളർത്തുമൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 35 പോത്തുംകാലിയുണ്ട്. എരുമനെ കറവുണ്ട് കേട്ടോ, 1-2 എരുമനെ കറവുണ്ട്. പിന്നെ പശുക്കളുണ്ട്. പിന്നെ ഒരു 20-24 ആടുണ്ട്. ഇപ്പോൾ ഒരു 4 ആടിനെ കൊടുത്തു. അത് കൂടാതെ 24 ആടുണ്ട്. ഒരു 35-40 പ്രാവുണ്ട്. 40 പ്രാവ്. 2 പ്രാവിനെ മേടിച്ചാണ് 1200 കൊടുത്തിട്ട്. അപ്പോൾ അത് ഒഴിവായി കിട്ടാമെന്ന് നിൽക്കുക ഞാൻ. പിന്നെ കോഴിയുണ്ട് ഒരു 15 എണ്ണം. കൃഷികാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തി സ്വന്തം അധ്വാനിച്ച് സമ്പാദിക്കുന്നതിൻ്റെ ആത്മസംതൃപ്തിയാണ് കുഞ്ഞാപ്പയ്ക്ക് പറയാനുള്ളത്. ഇഞ്ചി കൃഷിയിലൊന്നും പരാജയം നമുക്ക് വന്നിട്ടുമില്ല. നമ്മൾ സ്വന്തം ഒരു അധ്വാനമുണ്ട്. അതേമാതിരി വാഴ, കപ്പ, പിന്നെ മഞ്ഞൾ, കാവുത്ത്, ഞാൻ ചെയ്യാത്ത കൃഷികളൊന്നുമില്ല. ഇപ്പോൾ അടുത്ത കൊല്ലം മരിച്ചിട്ടില്ലെങ്കിൽ 2 ഏക്കർ നെൽകൃഷി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൈവം സഹായിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിയുണ്ട്, പിന്നെ അത്യാവശ്യക്കെല്ലാം മുളക് കുറവാണ്. പിന്നെ കൃഷിപ്പണിയിൽ എന്തായാലും പിന്നെ അതിൽ നിന്നെടുത്ത് ഞാൻ കളിക്കുകയല്ല. ഇപ്പോൾ ഈ പോത്തുംകാലിയൊക്കെ എടുത്തില്ലേ, ഇപ്പോൾ 45-50 എണ്ണം ഞാൻ എടുത്തു. ഞാൻ ഒരാൾക്കും 1 ഉറുപ്പിയും കൊടുക്കാറില്ല. അധ്വാനിക്കാൻ മടി കാണിക്കാത്ത, അധ്വാനത്തിൽ അഭിമാനിക്കുന്ന കുഞ്ഞാപ്പയെ പോലുള്ള കർഷകർ വയനാടിൻ്റെ സമ്പത്താണ്. ഇന്ന് വയനാട്ടിലെ കർഷകർ ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. എത്രയും വേഗം അതെല്ലാം പരിഹരിക്കപ്പെടട്ടെ.
30 വർഷമായിട്ട് ഒരു മടുപ്പും കൂടാതെ വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും തങ്ങളുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തും അവർ മുന്നോട്ട് പോവുകയാണ്. കാർഷിക മലനാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.